അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകളോ ആയിരുന്നില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അഗെയിൻ 10 ഇയേഴ്സ് ബാക്ക് മോഡലിംഗ് എന്ന് പറയുന്ന അത്ര നല്ലൊരു പ്രൊഫഷനായിട്ടോ അത് നല്ലൊരു സംഭവമായിട്ടല്ല നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് തെളിയിച്ചു കൊടുക്കണം എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ദാറ്റ് പുഷ് മൈസെൽഫ്. എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം, വേറെ ആർക്കും വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ആഫ്റ്റർ ഹാവിങ് എ ബേബി റൈറ്റ് നൗ യു ആർ എ മോം ദർ അല്ലേ? അപ്പോൾ ആ ഒരു ടാഗ് ലൈൻ വരാൻ ഭയങ്കര എളുപ്പമുള്ള ഫീൽഡാണ് അത്. ഞാൻ കാണുന്ന ഒരു 80% ആൾക്കാരും എന്നോട് പറയുന്നത്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അതെല്ലാം ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്കതുണ്ടായിരുന്നു. ഐ നെവർ ഹാഡ് എനി സപ്പോർട്ട്. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട ഒരു സമയമായിരുന്നു അത്. ഞാൻ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും എനിക്കിപ്പോൾ കൂടി അതൊന്ന് സന്തോഷത്തോടെ എനിക്ക് ഫോട്ടോയിലേക്ക് നോക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആരും വന്നൊന്നും തന്നിട്ട് നമ്മളൊന്നും ആവാൻ പോകുന്നില്ല. Hello, hi, I'm Reshma Sebastian. I'm 32 years old. I'm a model and a mother of a 1-year-old. So why I mentioned about my age specifically? കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും പറയും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ഏജ്, യു ക്യാൻ ചേസ് യുവർ പാഷൻ എനി ടൈം. പക്ഷെ അത് പറച്ചിൽ മാത്രം, നോ വൺ റിയലി ബിലീവ്സ് ഇൻ ദാറ്റ്. അത് എപ്പോഴും എസ്പെഷ്യലി മൈ ഫീൽഡ്, ഐ എം എ മോഡൽ, ഐ എം ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ 10 years now. ഞാൻ 2011 സ്റ്റാർട്ട് ചെയ്തതാണ്. സോ it's a factor. Age is a factor in that. So I'm a model. I started from 2011. 2011 വനിതയുടെ കവർ ഗേളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. People ask me why I chose modeling as a career, അല്ലെങ്കിൽ why was that an aim for me? It was never an aim for me. അത് ഇവിടെ ഒന്നും എല്ലാവരെയും പോലെ തന്നെ എനിക്ക് ഫോട്ടോസ് ഭയങ്കര ക്രേസ് ആയിരുന്നു, മേ ബി എ ബിറ്റ് മോർ. ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോസ് എടുക്കാനും അങ്ങനെയുള്ളൂ. അല്ലാതെ മോഡലിങ്ങും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു വാശിപ്പുറത്ത് ചെയ്താണ് കവർ ഗേളിന് അയക്കുക എന്നുള്ളതിൻ്റെ. കാരണം അതിന് മുമ്പ് ഇതൊക്കെ എന്താ പറയുന്നത്, യു ആർ നെവർ ഗുഡ് അറ്റ് സംതിങ്, അല്ലെങ്കിൽ ഇതൊന്നും എന്നെക്കൂടെ നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെക്കൊണ്ട് എനിക്കെങ്കിലും ഒരു തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു ഞാൻ അയച്ചു കൊടുത്തത്. ഐ വോണ്ട് ടു പ്രൂവ് അറ്റ്ലീസ്റ്റ് ടു മൈസെൽഫ് ദാറ്റ് ഐ എം ഗുഡ് അറ്റ് സംതിങ്, റൈറ്റ്? സോ കവർ ഗേളിന് അയച്ചു ആൻഡ് ഐ ഗോട്ട് സെലക്റ്റഡ്. ആൻഡ് വെൻ ഞാൻ സാധാരണ എന്താ പറയുന്നത് എല്ലാവരെയും പോലെ, ഇറ്റ്സ് 10 years ബാക്ക്, ഓക്കെ, ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം എടുത്തിട്ടുള്ള ഒരാളാണ്. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഷൂട്ട് ഫോർ വുഡ് ഹാപ്പൻ ഫോർ വനിത. അപ്പോൾ ബട്ട് വെൻ ഐ ഡിഡ് ദാറ്റ് ഷൂട്ട്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ ആക്ച്വലി ഫെൽറ്റ് ഐ എം ഗുഡ് അറ്റ് സംതിങ്. ലൈക്ക് ഇറ്റ് വാസ് കമ്മിങ് ടു മീ. എനിക്കൊരു ഫ്ലോ കിട്ടുന്നുണ്ടായിരുന്നു. ഐ വാസ് എൻജോയിങ് ദ പ്രോസസ്, ജസ്റ്റ് ഫീലിംഗ് വെരി ഗുഡ് അബൌട്ട് മൈസെൽഫ്. അത് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകളോ ആയിരുന്നില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അഗെയിൻ 10 ഇയേഴ്സ് ബാക്ക് മോഡലിംഗ് എന്ന് പറയുന്ന അത്ര നല്ലൊരു പ്രൊഫഷനായിട്ടോ അത് നല്ലൊരു സംഭവമായിട്ടല്ല നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡിഡ്ന്റ് ഹാഡ് എനി സപ്പോർട്ട്, അല്ലെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ ഈവൻ ടു ട്രൈ ഇറ്റ് ഔട്ട് അതിന് പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു. സോ ഞാൻ ആ സമയത്ത് ഒളിച്ചും പാത്തുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഐ ലവ് ഡൂയിങ് ഇറ്റ് ഫോർ സം റീസൺ. ഐ ലവ് ഡൂയിങ് ഇറ്റ്. ഐ വാസ് വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്. ബട്ട് എനിക്കത് നേരെ ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒളിച്ചും പാത്തും സീസണൽ മോഡലായിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് അറിയാവുന്ന ടീമിൻ്റെ ഒക്കെ പോയി ഞാൻ ചെയ്യും, ഞാൻ തിരിച്ചു വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ദെൻ ഐ ടുക്ക് എ ബ്രേക്ക്. ഐ വാസ് ഫോർ വെരി പേഴ്സണൽ റീസൺസ് ഐ വാസ് ക്ലിനിക്കലി ഡിപ്രസ്ഡ് ഫോർ എ വൈൽ. ആൻഡ് എൻ്റെ തെറാപ്പിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചേഞ്ച് ആയത്. What you want, what you really want, what makes you happy, what gives you peace. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ ആലോചിക്കാത്തൊരു കാര്യമായിരുന്നു വാട്ട് ഐ വോണ്ട് എന്നുള്ളതിൻ്റെ. എന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാവരും വി ഗോ അക്കോർഡിംഗ് ടു വാട്ട് പീപ്പിൾ ഡിഫൈൻ അസ് ഓഫ്. ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ യു ആർ സപ്പോസ് ടു ബി ലൈക്ക് ദിസ് എന്നുള്ളതിനെ നമ്മൾ ആ രീതിയിൽ എന്തൊക്കെയൊക്കെ ആലോചിച്ച് എന്തൊക്കെയൊക്കെ ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ വി നെവർ തിങ്ക് അബൌട്ട് വാട്ട് വി റിയലി വോണ്ട് അല്ലെങ്കിൽ വാട്ട് മേക്സ് എസ് ഹാപ്പി എന്നുള്ള സംഭവം ഒരിക്കലും ആലോചിക്കാറില്ല. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ആൻഡ് ഐ ഹാഡ് നോ ക്ലൂ വാട്ട് മേക്സ് മീ ഹാപ്പി അല്ലെങ്കിൽ വാട്ട് ഗിവ്സ് മീ എ പീസ് എന്നുള്ളതിൻ്റെ എനിക്കൊരു ആൻസർ ഇല്ലാണ്ടായിപ്പോയി, എനിക്ക് പറയാൻ പോലെ ആൻസർ ഇല്ലാണ്ടായിപ്പോയി. സോ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് മൈസെൽഫ് വാട്ട് ഐ എം ഗുഡ് അറ്റ് എന്നുള്ളതിൻ്റെ. ബിക്കോസ് ഐ വാസ് ലൈക്ക് എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഐ നെവർ ഫെൽറ്റ് ഐ എം ഗുഡ് അറ്റ് സച്ച് എ സിംഗിൾ തിങ്, അങ്ങനത്തെ ഒരു ഇല്ല. സോ
After 7 years of working, I resigned my job. I came back to India. I was working abroad. I came back and I started exploring myself. എനിക്കിഷ്ടമുള്ള എല്ലാം ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങി. അത് പ്രത്യേകിച്ച് റീസൺസോ സംഭവങ്ങളൊന്നുമില്ല. ഐ സ്റ്റാർട്ടഡ് മോഡലിംഗ്. ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് മോഡലിംഗ് ആസ് സം മോർ പ്രൊഫഷണൽ വേ. പിന്നെ ഐ സ്റ്റാർട്ടഡ് ഡിസൈനിങ്. ഐ സ്റ്റാർട്ടഡ് കൺസൾട്ടിങ് ഇൻ ഡിസൈനിങ്. സോ വാട്ട് എവർ ഐ ഫെൽറ്റ് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. ഇഫ് യു ആർ ഗുഡ് അറ്റ് ഇഫ് യു ഫീൽ യു ആർ ഗുഡ് അറ്റ് സംതിങ്, ജസ്റ്റ് ട്രൈ ഇറ്റ്. വേറെ കൂടുതലൊന്നും ആലോചിക്കാൻ നോക്കാതെ എന്തെങ്കിലും. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 50 വയസ്സായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 60 വയസ്സായി കഴിഞ്ഞിട്ട് നമ്മളിവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ തിരിച്ച് എനിക്ക് അന്ന് ഇത് ചെയ്യാമായിരുന്നു, ഐ മിസ് ദാറ്റ്, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ഡൺ എന്ന് ആലോചിക്കുന്നതിന് പകരം ഐ വോണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക്. അതിനകത്ത് കോൺസിക്വൻസസ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കോൺസിക്വൻസ് ഉണ്ട്. നമുക്ക് കോൺസിക്വൻസ് ഇല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകും. നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല. ഒന്നും എല്ലാത്തിനും ഉണ്ട്. നമുക്ക് നമ്മുടെ ലൈഫിലെല്ലാം ചോയ്സസ് എന്ന് പറയുന്നതിൻ്റെ ഐദർ വി ക്യാൻ ടേക്ക് ദാറ്റ് റിസ്ക് ഓർ ബി സേഫ്. ഈ രണ്ടിലാണെങ്കിലും നമുക്ക് കോൺസിക്വൻസ് ഉണ്ട്. നമ്മൾ സേഫായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഗിൽറ്റ് ഉണ്ട്, നമുക്ക് ആ റിഗ്രറ്റ് ഉണ്ടായിരിക്കും. കാര്യം ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ് എന്നുള്ളതിൻ്റെ. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ആ റിസ്ക് എടുത്തിട്ട് ഇഫ് യു ആർ ടേക്കിംഗ് ദ ഡിസിഷൻ ടു ഫോളോ വാട്ട് ഐ എം ഗുഡ് അറ്റ് എന്നുള്ളതിൻ്റെ, വാട്ട് ഐ വോണ്ട് ടു ഫോളോ എന്നുള്ള ചെയ്യുവാണെങ്കിൽ വി വിൽ ലൂസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഇസ് ഡിയർ ടു അസ്. ഒരുപാട് ആൾക്കാർ നമ്മളെപ്പറ്റി പലതും പറഞ്ഞിരിക്കും. വി കാൺട്ട് എക്സ്പ്ലെയിൻ എവ്രിതിങ് ടു എവ്രി വൺ. യു കാൺട്ട് എക്സ്പ്ലെയിൻ തിങ്സ് ടു പീപ്പിൾ ഹു ആർ നോട്ട് റെഡി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ദാറ്റ്സ് ദ പോയിന്റ്. യു ഹാവ് ടു റിയലൈസ് എന്താണ് നമുക്ക് വേണ്ടെന്നുള്ള റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് വരത്തുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു അച്ചീവ് ദ സ്റ്റേറ്റ് ഓഫ് പീസ്, സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ഫോർ യുവർ സെൽഫ്. അത് ബാക്കിയുള്ളവർ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യമല്ല. അത് വേറെ ആർക്കും പറഞ്ഞു തരാനും പറ്റത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് അക്കോർഡിംഗ് ടു യു. സോ എനിക്ക് ഫ്രീ ആയിട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ്, ഐ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ റിയലി ആം. ഞാൻ മോഡലിംഗ് എന്ന് നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന മോഡൽ, ഇറ്റ് ഗെയിം മി കോൺഫിഡൻസ് ടു ബി വെരി ഫ്രാങ്ക്. ഞാൻ എപ്പോഴും എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് തെളിയിച്ചു കൊടുക്കണം എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ദാറ്റ് പുഷ് മൈ സെൽഫ്. എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രമല്ല, വേറെ ആർക്കും വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ആ ഒരു പ്രോസസ്സിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ നഷ്ടങ്ങളും എൻ്റെ റീസൺസും എൻ്റെ സിറ്റുവേഷൻസും മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ലൈഫിൽ ഫ്രണ്ടിലോട്ട് പോകത്തില്ല. ഞാൻ ഒന്നും ആകത്തില്ല. ആവാൻ വേണ്ടിയല്ല, ഞാൻ അവിടെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. I was working in IT for 7 years. I was good at what I was doing. പക്ഷേ I was a very creative person. Every night coming back from work when I'm sleeping, the one thought that comes to my mind was, what did I do today? എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ I never felt that I am giving an output. ഞാനായിട്ടൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സോ ആ ഒരു ഫീലിംഗ് ആണ് ദാറ്റ് മെയ്ഡ് മീ റിസൈൻ മൈ ജോബ് ആൻഡ് made me follow what I want to do. അപ്പോഴും എനിക്ക് ക്ലിയർ അല്ല വാട്ട് ഐ വോണ്ട് ടു ഡു എന്നുള്ളതിൻ്റെ. അതിൻ്റെ ഇടയ്ക്ക് ഐ ഗോട്ട് പ്രഗ്നൻറ്റ്. ഐ കൺസീവ് മൈ ഫസ്റ്റ് ചൈൽഡ്. ഷീസ് 1 year now. ആൻഡ് എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ വി പ്ലാൻ മൈ മെറ്റേണിറ്റി ഷൂട്ട് ലൈക്ക് എ ക്യാമ്പയിൻ. എൻ്റെ മെറ്റേണിറ്റി ഷൂട്ടായിരുന്നു. ലൈക്ക് ബോഡി പോസിറ്റിവിറ്റി എന്ന് മാത്രമല്ല, ഐ വോണ്ട് ടു പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹാവിങ് എ ബേബി ഡസൻറ്റ് ചേഞ്ച് ഹൂ യു ആർ, or that doesn't affect your career, or you can still be the same person and you can still chase your same career and be what you are after having a baby. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ഈസി. കാര്യം നമുക്കിത് പറയാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. ദ പീപ്പിൾ ഹു ആർ വെൻറ്റ് ത്രൂ ഇറ്റ് ഡെഫിനറ്റ്ലി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സ്പെസിഫിക്കലി എൻ്റെ ഈ ഫീൽഡിൽ ആഫ്റ്റർ ഹാവിങ് എ ബേബി റൈറ്റ് നൗ യു ആർ എ മോം ദെയർ അല്ലേ. അപ്പോൾ ആ ഒരു ടാഗ് ലൈൻ വരാൻ ഭയങ്കര എളുപ്പമുള്ള ഫീൽഡാണ് അത്. It only gets to you if you believe that. അതാണ് അതിൻ്റെ ഫാക്റ്റ്. അതിൻ്റെ വേറെ ഷോർട്ട് കട്ട്സും സംഭവങ്ങളൊന്നുമില്ല. ഞാൻ അതിന് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഐ എം സ്റ്റിൽ ദ സെയിം പേഴ്സൺ. ഓൺലി ഡിഫറൻസ് ഐ ഹാവ് എ ബേബി, അത്രേ ഉള്ളൂ. വൈ ഐ സേ ഓൾ ദീസ് തിങ്സ്, ഞാനിപ്പോൾ ഇതെല്ലാം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണുന്ന ഒരു 80% ആൾക്കാരും എന്നോട് പറയുന്നത്, നിങ്ങൾക്കത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കതെല്ലാം ഉണ്ടായി, സപ്പോർട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്കതുണ്ടായിരുന്നു. ഐ നെവർ ഹാഡ് എനി സപ്പോർട്ട്. ഞാൻ 2011 എനിക്ക് വനിതാ കവർ ഗേൾ ആയപ്പോഴേക്ക് ഇറ്റ് വാസ് സപ്പോസ് ടു ബി വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ബിക്കോസ് വിതൗട്ട് എനി എക്സ്പീരിയൻസ്, വിതൗട്ട് ഈവൻ എനി എക്സ്പോഷർ, ഇൻ മൈ ഫസ്റ്റ് ചാൻസ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടുക എന്ന് പറഞ്ഞിട്ട് വാസ് നോട്ട് ചെറിയ കാര്യമല്ലായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സമയമായിരുന്നു അത്. ഞാൻ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും എനിക്കിപ്പോൾ കൂടി അതൊന്ന് സന്തോഷത്തോടെ എനിക്ക് ഫോട്ടോയിലേക്ക് നോക്കാൻ പോലും പറ്റില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ചേഞ്ച് മീ. യെസ്, അതൊന്നും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, വിച്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ
ആരും വന്നൊന്നും തന്നിട്ട് നമ്മളൊന്നും ആവാൻ പോകുന്നില്ല. നമ്മൾ കാണുമ്പോഴേക്കും വി മൈറ്റ് സീയിങ് പീപ്പിൾ ഹു ഹാവ് സപ്പോർട്ട്. വി മൈറ്റ് സീയിങ് ഹു ആർ പീപ്പിൾ ഹു ഹാവ് ബീൻ ഫിനാൻഷ്യലി വെരി ബാക്കിന്നുള്ള അല്ലെങ്കിൽ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാവരും കൂടെ ഉണ്ടാകും. അതൊന്നും അല്ലാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് സംതിങ് വർക്ക് ഫോർ ദാറ്റ്. നത്തിങ് എൽസ് മാറ്റേഴ്സ്. വേറെ ആരും വന്ന് നമ്മളെ കൊണ്ട് തന്നിട്ട് നമ്മളൊന്നും ആവാൻ പോകുന്നില്ല. അതാണ് ഫാക്റ്റ്. വേറെ ഒന്നും അല്ല അതിനകത്ത്. ഇപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ, പീപ്പിൾ ടോക്ക് അബൌട്ട് അച്ചീവിങ് യുവർ ഡ്രീംസ്, ഡ്രീമിങ് അല്ലെങ്കിൽ ചേസിങ് യുവർ പാഷൻ, എവറിത്തിങ്. വി ടോക്ക് അബൌട്ട് ദാറ്റ്, ബട്ട് നോ വൺ ലിറ്ററലി ടെൽസ് യു ഹൗ ടു ചേസ് യുവർ ഡ്രീംസ്, ഹൗ ടു ഫോളോ യുവർ പാഷൻസ്, വെൻ ടു ഡു ദാറ്റ്. നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങൾ എപ്പോഴും വേറൊരാൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും വോയിസ് ഉണ്ടാകത്തില്ല. I made sure I worked for 7 years before actually thinking about what I want, because I want that little savings of myself to ബാക്കപ്പ്, എന്നെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി. എനിക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ എനിക്ക് ബാക്കപ്പ് വേണം. ഐ മേഡ് ഷുവർ ഓഫ് ദാറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ വെൻ ഇൻ ടു ദാറ്റ്. അപ്പോൾ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മളെ അവിടെ എനിക്കവിടെ ഡിസിഷൻസ് ഉണ്ട്, എനിക്കവിടെ വോയിസ് ഉണ്ട്. ആ വോയിസ് വേണമെങ്കിൽ സോ ഐ ടോക്ക് ടു പീപ്പിൾ, എസ്പെഷ്യലി ഐ ടോക്ക് ടു ഗേൾസ് അല്ലെങ്കിൽ എനിവൺ യങ്ങർ കേട്ടോ, എസ്പെഷ്യലി ഹു ആർ ദെയർ ഇൻ 20s. ഐ ടോക്ക് ടു ദം, സ്റ്റഡി വെൽ, ഗെറ്റ് എ ജോബ്, സേവ് ഫോർ യുവർ സെൽഫ്, ദെൻ anything, any kind of dream you want to be, any kind of passion you have, chase that. പക്ഷേ make sure you have that little nest for yourself, because you don't want to depend on anyone else in that journey. അല്ലെങ്കിൽ സ്റ്റക്കായി പോകും. കാര്യം അതൊരു ഫാക്റ്റാണ്. നമുക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്ക് ബോണിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ. നമ്മൾ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്കൊരു ഇൻകം വേണം. നമുക്ക് ആ ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് പാഷനോ എന്തുണ്ടെന്ന് പറയാൻ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ഫാക്റ്റ്, വേറെ ഒന്നുമല്ല അതിനകത്ത്. അപ്പം അതിനകത്ത് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാക്കില്ലായിരിക്കും, ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ റീസൺസ് മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ റീസൺസും മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കും, നമ്മൾ ഫ്രണ്ടിലോട്ട് പോകത്തില്ല, നമ്മൾ ഒരിക്കലും പോകത്തില്ല. സോ ഗെറ്റ് ഓവർ യുവർ റീസൺസ്, ഗെറ്റ് ഓവർ യുവർ സിറ്റുവേഷൻസ്. കരഞ്ഞോ, ഒരു കുഴപ്പമില്ല, പക്ഷെ കരഞ്ഞിട്ട് സ്നാപ്പ് ഔട്ട് ഓഫ് ദാറ്റ്. സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ്. എനിക്കെങ്ങനെ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ ഫ്രണ്ടിലോട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ വാട്ട് വർക്ക്സ് ഫോർ മീ. വേറെ ആർക്കും അത് വന്ന് പറഞ്ഞു തരാൻ അറിയത്തില്ല അല്ലേ, നമുക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ വെൻ യു സീ മീ റൈറ്റ് നൗ, ഐ എം ഹാവിങ് എ ബേബി, 1 year old ബേബി. ഞങ്ങൾക്ക് വീട്ടിൽ വേറെ ഹെൽപ്പില്ല, ഒന്നുമില്ല, ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ വി ഫൗണ്ട് എ വേ ടു ബാലൻസ് എവറിത്തിങ്. അപ്പം വാട്ട് വർക്ക് ഫോർ മീ മൈ നോട്ട് വർക്ക് ഫോർ യു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് വർക്ക് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എന്ത് ചൂസ് ചെയ്താലും അതിന് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. നമുക്ക് നല്ലതും ഉണ്ട് ചീത്തയുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. സോ മേക്ക് ഷുവർ യു തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട് ഇറ്റ് ഫ്രം യുവർ ലൈഫ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുമ്പോഴേക്കും ഡോണ്ട് റിഗ്രറ്റ് ഓവർ ദാറ്റ്. നമുക്ക് ആ റിഗ്രറ്റ് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും ഒരു ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ലൈഫ് ലോങ് നിങ്ങൾക്ക് റിഗ്രറ്റ് മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്. സോ ഇഫ് യു ചൂസ് എന്താ പറയുക, ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഇഫ് യു ചൂസ് സംതിങ്, സ്റ്റിക്ക് ടു ദാറ്റ് ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. അത് മാത്രമേ അതിൻ്റെ വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. അത് മാത്രമേ നമുക്ക് ഫ്രണ്ടിലോട്ട് പോയാലേ പറ്റുള്ളൂ. വി ഹാവ് ടു live whatever situation it is, whatever life throws at you, you have to live through that. So make sure you stick to your gut. നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ലൈക്ക് ഐ സെഡ്, മോഡലിംഗ് ഗേവ് മീ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ദാറ്റ് മെയ്ഡ് മീ വാട്ട് യു എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര നല്ലൊരു ഫീലിംഗ് തന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു കരിയർ ആയിരുന്നു മോഡലിംഗ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ എം ഫോളോയിങ്, ബിക്കോസ് ഐ എം വെരി ഹാപ്പി ഡൂയിങ് ഇറ്റ്. അതിനകത്ത് വേറൊരു റീസണും ഇല്ല. അതിനകത്ത് വേറൊരു, നമ്മൾ പറയും അംബീഷ്യസ് ആയിട്ട്. അംബീഷ്യസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് സീയിങ് അനദർ പേഴ്സൺ ഓർ വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ് അല്ല. അംബീഷൻ എന്ന് പറയുന്നത് സെറ്റിംഗ് എ മാർക്ക് ഫോർ യുവർ സെൽഫ്, ഡിഫൈൻ ദ സക്സസ് ഫോർ യുവർ സെൽഫ്. സക്സസ് എന്ന് പറയുന്ന സാധനം, പീപ്പിൾ ആസ്ക് മീ ആർ യു സക്സസ്ഫുൾ? For me, yes, I am, because I'm very happy now, I'm very peaceful now. Yes, I have issues, I have traumas, everything following me, but I'm mentally very peaceful now. ഞാൻ genuinely happy ആണ്. So when you're seeing me right now, I'm a 32-year-old mom who is doing modeling as a career. That doesn't make sense to a lot of people here. അതിനകത്ത് ഒരുപാട് പേർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, പക്ഷേ ഐ ഡോണ്ട് കെയർ, അത്രേ ഉള്ളൂ. വെൻ യു സീ വെൻ ഐ സ്റ്റാർട്ടഡ് 2010 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഐ എം നോട്ട് ദ സെയിം പേഴ്സൺ നൗ. അല്ല, എനിക്കതിന് ക്ലാരിറ്റി ഉണ്ട്. ഐ എം തിങ്കിങ് പ്രൊഫഷണലി, ഐ എം തിങ്കിങ് ഹൗ ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ സെൽഫ്, നമ്മുടെ ഗ്രോത്തിനെ പറ്റി. ബിക്കോസ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അതിൻ്റെ കൂടെ ഗ്രോ ചെയ്യത്തുള്ളൂ. സോ തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്കുള്ള ഒബ്സ്റ്റക്കിൾസ്, നമുക്കുള്ള ഇഷ്യൂസ്, നമുക്കുള്ള റീസൺസ്, നമുക്കുള്ള സിറ്റുവേഷൻസ് അതുണ്ടാവും. അതില്ലാത്ത നമുക്ക് ലൈഫ് ഇല്ല, അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അതല്ലാതെ
നമുക്ക് സൊല്യൂഷൻസിനെ പറ്റി അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് പോകണമെന്ന് മാത്രം ആലോചിച്ച് വർക്ക് ഫോർ ദാറ്റ്. ഓക്കെ, ആൻഡ് ഓൾ ദ പീപ്പിൾ ഔട്ട് ദർ ഡ്രീം. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഡ്രീമിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 50 വയസ്സ് 60 വയസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് അങ്ങനെ ആവാമായിരുന്നു എന്ന് തോന്നുന്നതിനെക്കാട്ടും നല്ലതല്ലേ നിങ്ങൾക്ക് ആ when you have that spark, do that. പക്ഷെ make sure you have that financial independence for yourself, however that works for you. Do a job parallelly, അല്ലെങ്കിൽ work for a while and save for yourself and then follow your dreams, however that works for you. Find that balance. എന്നിട്ട് just do what you want to do at whatever age you want to do. That's the main thing. Age നമുക്കൊരു എക്സ്പയറി ഡേറ്റ് ഒന്നിനും വെച്ചേക്കരുത്. whatever age you are at, whatever you want to do it. whatever your heart wants, just follow that. അത് കൂൾ അതിനെ പറ്റി ആലോചിക്കരുത്. just do that. Thank you. ജോഷ് ടോക്സ് ഇപ്പോൾ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് കൂടിയാണ്. ജോഷ് ടോക്സിലെ എല്ലാ വീഡിയോസിന്റെയും ഓഡിയോ വേർഷൻ ഇപ്പോൾ എക്സ്ക്ലൂസീവായി സ്പോട്ടിഫൈയിൽ ലഭ്യമാണ്. ഈ ടോക്ക് ഇഷ്ടമായോ? എങ്കിൽ പ്രചോദനകരമായ മറ്റു ടോക്സ് കേൾക്കുവാൻ ജോഷ് ടോക്സ് മലയാളം പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ, സ്പോട്ടിഫൈയിൽ മാത്രം. Tell us what you think about this video and don't forget to like, share and subscribe.